गानवाहिनी। कल्पना के उत्तुंग शिखर से निकलकर जनमानस के मैदानों को आप्लावित करती हुई आनंद महासागर की ओर उमड़ घुमड़ कर बहने वाली गानवाहिनी। रचयिता स्वर्गीय श्री टी.के. भट्टतिरी। उमड़ घुमड़ कर बहने वाली, छलक उछल कर बढ़ने वाली, उमड़ घुमड़ कर बहने वाली, छलक उछल कर बढ़ने वाली गानवाहिनी। गानवाहिनी जग में तू ही जान फूंक सुख शांति दे रही, उमड़ घुमड़ कर बहने वाली। നമസ്കാരം, ഞാൻ ശ്രുതി. ടി.കെ. ഭട്ടതിരി മാഷിൻ്റെ പേരക്കുട്ടിയാണ്. മുത്തശ്ശൻ്റെ ജീവചരിത്രം ചിത്രാഞ്ജലി ആർട്സിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. മഹാകവി പി. കുഞ്ഞിരാമൻ നായരുടെയും വിദ്വാൻ പി. കേളുനായരുടെയും രസിക ശിരോമണി കോമൻ നായരുടെയും പാദസ്പർശമേറ്റ പുണ്യഭൂമിയായ വടക്കേ മലബാറിലെ കാഞ്ഞങ്ങാടിൻ്റെ മണ്ണിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കവിയുണ്ടായിരുന്നു. ടി.കെ. ഭട്ടതിരി എന്ന താമരശ്ശേരി കേശവൻ ഭട്ടതിരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഉത്തര കേരളത്തിൽ ജനിച്ചത് കൊണ്ടാകാം അദ്ദേഹത്തെ അധികം ആരും അറിയപ്പെടാതെ പോയത്. സംസ്കൃതത്തിലും മലയാളത്തിലും ഹിന്ദിയിലും ഒരുപോലെ വ്യുൽപ്പത്തി ഉണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഭട്ടതിരി മാസ്റ്ററുടെ വിവർത്തന ഗ്രന്ഥമായ രാമചരിതമാനസം അഥവാ തുളസീദാസ രാമായണം എന്ന ഒരൊറ്റ കൃതി മതി അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും മഹാകവി പിയുടെ മകനുമായ വെള്ളിക്കോത്ത് ശ്രീ രവി മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. ഭട്ടതിരി മാസ്റ്ററെ കുറിച്ച് ശ്രീ രവി മാസ്റ്ററോട് നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് രവീന്ദ്രൻ നായർ. ഞാൻ വെള്ളിക്കോത്താണ് സ്വദേശം. ഞാൻ പഠിച്ചത് 2 കൊല്ലം ദുർഗായി സ്കൂളിലായിരുന്നു. അന്ന് ശ്രീ ടി.കെ. ഭട്ടതിരി മാഷ് എൻ്റെ ഹിന്ദി അധ്യാപകനായിരുന്നു. അത് പഠിച്ചതിന് ശേഷം ഞാൻ അവിടെ തന്നെ സ്കൂൾ ക്ലർക്കായി. അങ്ങനെ 10 വർഷം ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. പിന്നെ ഞാൻ എറണാകുളത്ത് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോഴാണ് ഞങ്ങൾ പരസ്പരം പിരിയേണ്ടി വന്നത്. ബന്ധോ ഗുരുപദ പദുമ പരാഗ സ്വരുച സുഭാസ സരസനുരാഗ അമേയമോരെ മയ ചൂരന ചാരു സമന സകല ഭവരുജ പരിവാരോ. വടക്കേ ഇന്ത്യയിൽ പരക്കെ എല്ലാ കാലത്തും പാരായണം ചെയ്യപ്പെടുന്ന കൃതിയാണ് തുളസീദാസ രാമായണം.
തുളസീദാസ രാമായണത്തിന് മലയാളത്തിൽ 3 വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പൻ്റെ ഭാഷാവൃത്തത്തിലുള്ളത്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായി ശ്രീ രാജഗോപാലൻ സാറിൻ്റെ വകയായി ഒന്നുണ്ട്, അത് ഞാൻ വായിച്ചിട്ടില്ല. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത് തുളസീദാസൻ രചിച്ച അതേ മാത്രാവൃത്തയിലുള്ള കൃതിയുടെ വിവർത്തനവുമാണ്. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ ദുർഗാ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകനായിരുന്ന ശ്രീ TK ഭട്ടതിരി അവർകളാണ്. അദ്ദേഹം 2 വർഷം എൻ്റെ ഹിന്ദി അധ്യാപകനായിരുന്നു. പിന്നീട് ദുർഗാ ഹൈസ്കൂളിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനായിരുന്നു 10 കൊല്ലത്തോളം. 10 കൊല്ലം കഴിഞ്ഞിടത്താണ് ഞാൻ എറണാകുളത്തെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പോകുന്നത്. വംശനായ ബച്ചൻ എന്ന ബച്ചൻ്റെ പിതാവായ അദ്ദേഹത്തിൻ്റെ മധുശാല എന്ന കൃതി മലയാളത്തിലേക്ക് ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് കുമാരനാശാൻ്റെ വീടപൂവ് അടക്കമുള്ള കൃതികളുടെ വിവർത്തനവും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ കവി എന്നുള്ള നിലയിൽ, വിവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം വടക്കേ മലബാറുകാരനായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കൃതികൾക്കും അദ്ദേഹത്തിന് വേണ്ടുന്നത്ര പ്രചാരം കിട്ടിയില്ല. അദ്ദേഹം ആ കൃതിയുടെ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അതിൻ്റെ വിവർത്തന ഭാഗങ്ങളുമായി സ്കൂളിലേക്ക് വരുമായിരുന്നു. അന്നത്തെ ഹെഡ് മാസ്റ്ററായ നല്ലൊരു സഹൃദയനായിരുന്ന ശ്രീ EK രാജയെ അദ്ദേഹം അതിൻ്റെ ഭാഗങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കും. പിന്നായിരുന്നു, സ്വതന്ത്ര എഴുത്തുകാരനായിരുന്നു. മലയാളത്തിലും ഹിന്ദിയിലും അദ്ദേഹം ഒരുപോലെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഒരു സാറ്റൈർ ടൈപ്പ് കവിതകൾ എഴുതിയ ആളായിരുന്നു. ഈ കാസർഗോഡ് ജില്ല സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത്. സപ്തഭാഷകൾ സംസാരിക്കുന്ന ആരെങ്കിലും കേരളത്തിൽ കാസർഗോഡ് ഉണ്ടായിരുന്നുവോ എന്നെനിക്കറിയില്ല, ഇപ്പോഴുണ്ടോ എന്നും അറിയില്ല. പക്ഷേ നമ്മുടെ ഭട്ടതിരി മാഷ് ഒരു സപ്തഭാഷാ പണ്ഡിതനായിരുന്നു. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ നിന്നായിരുന്നു ഈ SSLC വരെ അദ്ദേഹത്തിന്റെ പഠനം. വെള്ളിക്കോത്തെ വിജ്ഞാനദായിനി സംസ്കൃത വിദ്യാലയത്തിൽ നിന്നും സംസ്കൃതത്തിന്റെ ആദ്യ പാഠങ്ങളും കൊടക്കാട് കള്ളാർ മേക്കാട്ടില്ലത്തെ KM മാധവൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിലും കാവ്യവും നാടകവും പഠിച്ചു. കൂടാളി രാമകൃഷ്ണൻ മാസ്റ്ററിൽ നിന്നാണ് ഹിന്ദി അഭ്യസിച്ചത്. പഠനത്തിന് ശേഷം ഉപജീവനാർത്ഥം അദ്ദേഹത്തിന്റെ ഇല്ലത്തിനടുത്തുള്ള നമ്പീശ മഠത്തിൽ തേവാരം കഴിക്കാൻ പോയിരുന്നു. പിന്നീട് കുടുംബക്ഷേത്രവും പിൽക്കാലത്ത് മടിയൻ കൂലോത്തിന്റെ ഉപക്ഷേത്രവുമായ മധുരക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി സേവനമനുഷ്ഠിച്ചു. കുട്ടിക്കാലത്ത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 2 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ നിര്യാണം ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽപ്പെടാൻ കാരണമായി. പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ 25ാമത്തെ വയസ്സിലായിരുന്നു വേളി. ഗുരുനാഥനായ കള്ളാർ മേക്കാട്ടില്ലത്തെ മാധവൻ നമ്പൂതിരിയുടെ മകൾ സുഭദ്ര അന്തർജനത്തെയാണ് അദ്ദേഹം വേളി കഴിച്ചത്. 1948 കാഞ്ഞങ്ങാട് പ്രസിദ്ധമായ ദുർഗാ ഹൈസ്കൂൾ ആരംഭിച്ച വർഷം മുതൽ അദ്ദേഹം അവിടെ ഹിന്ദി അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ ഈ വിദ്യാലയത്തിന് ദുർഗ എന്ന് നാമകരണം ചെയ്തതും ഇവിടുത്തെ പ്രാർത്ഥനാഗാനം രചിച്ചതും ശ്രീ ഭട്ടതിരി മാസ്റ്ററായിരുന്നു. 10 വർഷത്തെ സേവനത്തിന് ശേഷം 1978 ദുർഗാ ഹൈസ്കൂളിൽ നിന്നും വിരമിച്ചു. ദുർഗാ ഹൈസ്കൂളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ ശ്രീ ഭട്ടതിരി മാഷുടെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കാലത്തെക്കുറിച്ചും അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. മഹാപണ്ഡിതനായിരുന്നു ശ്രീമാൻ TK ഭട്ടതിരി മാഷ്. അദ്ദേഹം എഴുതിയ മഹത്തായ ഒരു കാവ്യമാണ് തുളസീദാസ രാമായണം. അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തതാണ് തുളസീദാസ രാമായണം. മാത്രമല്ല ഓട്ടംതുള്ളൽ, അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിന് ആവശ്യമായിട്ടുള്ള സാഹിത്യപരമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായം വേണ്ടുവോളം കിട്ടിയിരുന്നു. അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട്
അധ്യാപകരായ ഞങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം നല്ലപോലെ ലഭിച്ചത്. കാരണം പലപ്പോഴും മലയാളത്തിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും പാഠഭാഗങ്ങളിൽ സംശയങ്ങളുണ്ടായാൽ നിങ്ങൾ ആദ്യം പോയി ചോദിക്കുന്നത് ഭട്ടതിരി മാസ്റ്ററോടായിരിക്കും. അദ്ദേഹം ഒരു നല്ല അധ്യാപകനായിരുന്നു. ഹൈസ്കൂളിൽ സംസ്കൃതത്തിന് പഠിപ്പിക്കാൻ പ്രയാസം വന്നപ്പോൾ അദ്ദേഹം ആ ദൗത്യം കൂടി ഏറ്റെടുത്തകാരം കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹം വടക്കേ മലബാറിലായതുകൊണ്ടാകാം കൂടുതൽ പ്രശസ്തി നേടാൻ കഴിയാതെ പോയത് എന്ന് വിശ്വസിക്കുന്നു. गानवाहिनी जग में तू ही जान कौन का सुख शांति रे रही. ഒരു പഴയ റാലി സൈക്കിളിലായിരുന്നു സ്കൂളിലേക്കും തിരിച്ച് ഇല്ലത്തേക്കുമുള്ള യാത്ര. രാവിലെ 9 മണിയോടെ ഇല്ലത്ത് നിന്നും സ്കൂളിലേക്ക് ഇറങ്ങും. വഴിയിൽ കാണുന്ന സുഹൃത്തുക്കളോടൊക്കെ കുശലം പറഞ്ഞ് വളരെ സാവകാശത്തിലായിരുന്നു യാത്ര. ശാസ്ത്രീയ സംഗീതത്തിലും നല്ല ഗ്രാഹ്യമുണ്ടായിരുന്ന അദ്ദേഹം പ്രതിഫലേച്ഛ കൂടാതെ കുട്ടികളെ സംഗീതം പഠിപ്പിച്ചിരുന്നു. തുളസീദാസ രാമായണം വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് ഒരു മകൻ ജനിക്കുന്നത്. ആ കുട്ടിക്ക് തുളസീദാസൻ എന്നായിരുന്നു നാമകരണം ചെയ്തത്. ഭട്ടതിരി മാസ്റ്ററുടെ ഭവനത്തിന് തുളസീവനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് സമരകാഹളം എന്ന പേരിൽ ദേശഭക്തി ഗാനങ്ങൾ എഴുതി അച്ചടിച്ച് വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടിയ തുക രാജ്യരക്ഷാ ഫണ്ടിലേക്ക് സംഭാവന നൽകുകയും ചെയ്ത ദേശസ്നേഹിയായിരുന്നു ശ്രീ ഭട്ടതിരി മാസ്റ്റർ. ഹിന്ദി പഠിക്കാനും അധ്യാപകനാകാനുമുള്ള പ്രചോദനം നൽകിയത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഗാന്ധി കൃഷ്ണൻ നായരായിരുന്നു. തുളസീദാസ രാമായണത്തിന് മുൻപേ വിവർത്തനം ആരംഭിച്ചതാണെങ്കിലും സൗന്ദര്യലഹരി പൂർത്തിയാക്കാൻ കാലതാമസമെടുത്തു. 1977 കേരള സാഹിത്യ അക്കാദമിയുടെ സഹായത്തോടെ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. സമരകാഹളം എന്ന കൃതിക്ക് ശേഷം അദ്ദേഹം എഴുതിയ ശ്രീ ധർമ്മശാസ്ത്ര എന്ന പേരിൽ ഓട്ടംതുള്ളൽ രചിച്ച് നീലേശ്വരത്തെ കുട്ടിക്കൃഷ്ണമാരാരെ പഠിപ്പിച്ച് ശബരിമലയിൽ ചെന്ന് സന്നിധാനത്ത് തുള്ളൽ അവതരിപ്പിച്ചു. പിന്നീട് കേരളത്തിൽ നിരവധി വേദികളിൽ ഈ ഓട്ടംതുള്ളൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിച്ചു. കൂടാതെ പഞ്ചവടി, ശ്രീരംഗം, ഗംഗാലഹരി തുടങ്ങിയ കൃതികളും പ്രസിദ്ധീകരിച്ചു. എന്നാൽ പ്രസിദ്ധീകരിക്കപ്പെടാത്തതായി 350ഓളം മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള കീർത്തനങ്ങളും ഒട്ടേറെ കവിതകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വിട്ടുമാറാത്ത വയറുവേദന അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചതിന് അടുത്തായി ഒരു വീഴ്ചയെ തുടർന്ന് അദ്ദേഹം രോഗഗ്രസ്തനായി. പിന്നീട് ശ്വാസസംബന്ധമായ അസുഖം പിടിപെടുകയും മംഗലാപുരത്തെ ആശുപത്രിയെ അഭയം പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് 5 മക്കളായിരുന്നു. സാവിത്രി അന്തർജനം, ശാന്ത അന്തർജനം, കൃഷ്ണൻ ഭട്ടതിരി, തുളസീദാസൻ ഭട്ടതിരി, മാധവൻ ഭട്ടതിരി എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ആശുപത്രിയിലായിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ 3 മണിയോടെ മകനെ വിളിച്ച് നേരം പുലർന്നോ എന്ന് ചോദിച്ചു. മകൻ ഇല്ലെന്നു പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു അത്രേ. പിന്നീട് അധിക സമയം കഴിഞ്ഞില്ല, വെളിച്ചമാകുന്നതിന് മുൻപേ ആ മഹാത്മാവിൻ്റെ ആത്മാവ് എന്നേക്കുമായി നമ്മെ വിട്ടുപിരിഞ്ഞു. പിന്നീട് അധിക സമയം കഴിഞ്ഞില്ല, വെളിച്ചമാകുന്നതിന് മുൻപേ ആ മഹാത്മാവിൻ്റെ ആത്മാവ് എന്നേക്കുമായി നമ്മെ വിട്ടുപിരിഞ്ഞു. ആ ശബ്ദം നിലച്ചു, കണ്ണുകൾ അടഞ്ഞു. 1985 ഡിസംബർ മാസം 8-ാം തീയതി തൻ്റെ 64-ാം വയസ്സിൽ ടി.കെ. ഭട്ടതിരി എന്ന താമരശ്ശേരി ഭട്ടതിരി മാസ്റ്റർ വിഷ്ണുപാദം പൂകി. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ സഹൃദയ ഹൃദയങ്ങളിൽ ഇന്നും അദ്ദേഹം ജീവിക്കുന്നു. അതാണ് പറയുന്നത് കലാകാരന് മരണമില്ല എന്ന്. ബ്രഹ്മനന്ദിനി വാണി ദേവി നമോ നമസ്തേ, നമോ നമസ്തേ. സംഭൃത പ്രതാപ ഭാർഗവോത്ഭവേ മനോജ്ഞകേര സങ്കരെ നമോസ്തു മാതൃഭൂമിതേ. सदापि खान पान की समस्त वस्तु ये तुम्ही
कृपा सुधा प्रवाह के समेत दे रही हमें। समस्त भूमि खंड के शिरोमणि प्रकांड से प्रशस्त केरलावनि नमोस्तु मातृभूमि ते। सतापि खान पान की समस्त वस्तुएं तुम्हें कृपा सुधा प्रवाह के समेत दे रही हमें. ക്യാമറമാൻ ചിത്രാഞ്ജലി ആർട്സിനോടൊപ്പം ശ്രുതി തുളസീദാസ്. നന്ദി, നമസ്കാരം. शिवशक्त्या युक्तो यदि भवति शक्तः प्रभवितुं न चेदेवं देवो न खलु कुशलस्पन्दितुमपि. अतस्त्वामाराध्या हरिहरविरिञ्चादिभिरपि प्रणन्तुं स्तोतुं वा कथमकृतः पुण्यप्रभवति.